സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 97/2024 ഈ പരീക്ഷയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ലഭ്യമാണ്, ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിരിക്കുക, പഠിച്ചിരിക്കുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. PSCയുടെ ഫൈനൽ ആൻസർക്ക് അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ആദ്യത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നു: പാലിയം സത്യാഗ്രഹം 1947 to 48, നിവർത്തന പ്രക്ഷോഭം 1935, പട്ടിണി ജാഥ 1936, ഗുരുവായൂർ സത്യാഗ്രഹം 1931 to 32. തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, രണ്ടാമത്തേതാണ് തെറ്റായിട്ടുള്ള ജോഡി. നിവർത്തന പ്രക്ഷോഭം ഏത് വർഷമാണ്? 1932. 1932. ഈ വർഷങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് പഠിക്കുക. പാലിയം സത്യാഗ്രഹം 1947 to 48, നിവർത്തന പ്രക്ഷോഭം 1932, പട്ടിണി ജാഥ 1936, ഗുരുവായൂർ സത്യാഗ്രഹം 1931 to 32. അടുത്ത ചോദ്യം: പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയം പേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷൻ. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയം പേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ബിഷപ്പ് അലക്സീസ് ഡി മെനസിസ്. ബിഷപ്പ് അലക്സീസ് ഡി മെനസിസ്. താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏത്? തന്നിരിക്കുന്നു: സത്യശോധക് സമാജം ജ്യോതിറാവു ഫുലെ, ആര്യ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, പ്രാർത്ഥനാ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, ഹിതകാരിണി സമാജം വീരേശലിംഗം. ശരിയായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 4 എന്നിവ ശരിയാണ്. 1 ശരിയാണ്, 4 ശരിയാണ്. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെയാണ്, ശരിയാണ്. ഹിതകാരിണി സമാജം വീരേശലിംഗമാണ്, ശരിയാണ്. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജം സ്ഥാപിച്ചത്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ്. ആത്മാറാം പാണ്ഡുരംഗ്. ഒന്നുകൂടി: സത്യശോധക് സമാജം ജ്യോതിറാവു ഫുലെ, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, ഹിതകാരിണി സമാജം വീരേശലിംഗം. അടുത്ത ചോദ്യം: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. ഓപ്ഷൻ ഡി, ക്രിപ്സ് മിഷൻ. ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത്. അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് ഗസ്റ്റപ്പോ എന്നാണ്. ഗസ്റ്റപ്പോ. അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് ഗസ്റ്റപ്പോ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ICCയുടെ നേതൃത്വത്തിൽ 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ശരിയായത് കണ്ടെത്തുക. 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം. 3 മാത്രം. അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ് എന്നിവയാണ്. അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ് എന്നീ രാജ്യങ്ങളാണ് 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ. അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ്. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടത്തിൽ സൂചിപ്പിക്കുന്ന രീതി.
ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതിയാണ് ഫോം ലൈൻ. പേര് ഫോം ലൈൻ. ലിബുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. ലിബുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയുമാണ്. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ലിബുലേഖ് ചുരമാണ്. ലിബുലേഖ് ചുരം. 9 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. നിംബസ് മേഘങ്ങൾ തന്നിരിക്കുന്നു. താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്നു. തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 4. താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ നിംബസ് മേഘങ്ങൾ. സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. നിംബസ് മേഘങ്ങൾ. അടുത്ത ചോദ്യം, കാഞ്ചൻജംഗയെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. തന്നിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി. കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി. നേപ്പാളിൽ സാഗർ മാത എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വതനിര. കാഞ്ചൻജംഗയെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 1, 2 എന്നിവ ശരിയാണ്. 1, 2. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി കാഞ്ചൻജംഗ. കൊടുമുടിയുടെ ശൃംഖത്തിൽ ചവിട്ടരുതെന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2 എന്നിവ ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. തന്നിരിക്കുന്നു. ദുൽഹസ്തി ഡാം ഹിമാചൽ പ്രദേശ് ചിനാബ്, അൽമാട്ടി ഡാം കർണാടകയിൽ കൃഷ്ണ, സർദാർ സരോവർ രാജസ്ഥാൻ താപ്തി, ശ്രീശൈലം ആന്ധ്രാപ്രദേശ് ഗോദാവരി. ഇതിൽ ശരിയായത് കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. അൽമാട്ടി ഡാം കർണാടക ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അൽമാട്ടി ഡാം കർണാടകയിൽ കൃഷ്ണ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി ദുൽഹസ്തി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദുൽഹസ്തി ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജമ്മു കാശ്മീരാണ്. ദുൽഹസ്തി ഡാം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിൽ ഏത് നദിയിലാണ്? ചെനാബ് നദിയിലാണ്. സർദാർ സരോവർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്, നർമ്മദ നദിയിലാണ്. ശ്രീശൈലം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ നദിയിലാണ്. അൽമാട്ടി ഡാം കർണാടകയിലെ കൃഷ്ണ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ദുൽഹസ്തി ഡാം ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. സർദാർ സരോവർ ഡാം ഗുജറാത്തിലെ നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ശ്രീശൈലം ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്തത്, ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യം 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു. ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. സമുദ്രോൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര. ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യം 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ: സമുദ്രോൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര. അടുത്തത്, 1991 14ാമത്തെ ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത്, നീതി ആയോഗിന്റെ 4ാം വട്ട വാർഷിക ആരോഗ്യ സൂചികയിലെ റഫറൻസ് വർഷം 2019-2020 റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ആരോഹണ ക്രമത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കാം.
വാർഷിക ആരോഗ്യ സൂചികയിൽ? ഓപ്ഷൻ എ ആണ് ഉത്തരം. കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. കേരളത്തിന് ശേഷം തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നതിൽ ശരിയല്ലാത്ത വസ്തുത തന്നിരിക്കുന്നു. അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി. വളർച്ചാ ലക്ഷ്യം 5.6% പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. മഹാലനോബിസ് മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് പ്ലാൻ നടപ്പിലാക്കിയത്. രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്ത വസ്തുതയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്ത വസ്തുത. വളർച്ചാ ലക്ഷ്യം 4.5%. വളർച്ചാ ലക്ഷ്യം 4.5%. അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി ശരിയാണ്. വളർച്ചാ ലക്ഷ്യം 4.5%. പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി ശരിയാണ്. മഹാലനോബിസ് മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് പ്ലാൻ നടപ്പിലാക്കിയത് ശരിയാണ്. അടുത്ത ചോദ്യം, റിസർവ് ബാങ്കിന്റെ പണനയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. പ്രസ്താവന 1, വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ്. പ്രസ്താവന 2, വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ നിരക്ക് എല്ലായ്പ്പോഴും റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും. ശരിയായിട്ടുള്ള ഓപ്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1, 2 ശരിയാണ്, 3 ശരിയല്ല. 1, 2 എന്നിവ ശരിയാണ്, 3 ശരിയല്ല. വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്ക് റിപ്പോ റേറ്റ്. ശരിയാണ്. റിപ്പോ റേറ്റ് എന്താണ്? വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ്. ഇനി റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണ്? വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. തന്നിരിക്കുന്നു. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. കാർഷികോൽപാദനക്ഷമത വർദ്ധിച്ചു. തൊഴിൽ ലഭ്യത കുറഞ്ഞു. ഇതിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. തൊഴിൽ ലഭ്യത കുറഞ്ഞു എന്നതാണ് ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത്. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു ശരിയാണ്. കാർഷികോൽപാദനക്ഷമത വർദ്ധിച്ചു ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ 2021-22 മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു. ഓരോന്നിൻ്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എയും ബിയുമായിട്ട് യോജിപ്പിക്കുക. തന്നിരിക്കുന്നത് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിവയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. പ്രാഥമിക മേഖല 21.00%. ദ്വിതീയ മേഖല 26.50%. തൃതീയ മേഖല 52.50%. 20 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 21 ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകളേവ? തന്നിരിക്കുന്നു. 6 മുതൽ 18 വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണ്. പൊതു സ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക, ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക, ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക. മൗലിക കടമകളെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ഒന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ആറ് മുതൽ
14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെയാണ് സ്കൂളിൽ അയക്കേണ്ടത്. എല്ലാ രക്ഷാകർത്താക്കളുടെയും കടമയാണ്. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ. പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക, ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക, ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക എന്നിവയെല്ലാം മൗലിക കടമകളിൽ വരുന്നതാണ്. അടുത്തത്, കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ തന്നിരിക്കുന്നു. ഒരു വകുപ്പിൻ്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാണ് സഹമന്ത്രിമാർ. നിർമ്മല സീതാരാമൻ, അമിത് ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ഇന്ത്യയിലെ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളവരാണ് സഹമന്ത്രിമാർ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 3 എന്നിവ ശരിയാണ്. ഒരു വകുപ്പിൻ്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ. നിർമ്മല സീതാരാമൻ, അമിത് ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നു വി ഗിരി, ആർ വെങ്കിട്ടരാമൻ, ജഗ്ദീപ് ധൻകർ, മുഹമ്മദ് ഹമീദ് അൻസാരി. വി ഗിരി ഏത് കാലഘട്ടമായിരുന്നു? 1967 to 1969. ആർ വെങ്കിട്ടരാമൻ 1984 to 1987. ജഗ്ദീപ് ധൻകർ പ്രസന്റ്. മുഹമ്മദ് ഹമീദ് അൻസാരി 2007 to 2017. കാലക്രമത്തിൽ എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2, 4, 3. വി ഗിരി, ആർ വെങ്കിട്ടരാമൻ, മുഹമ്മദ് ഹമീദ് അൻസാരി, ജഗ്ദീപ് ധൻകർ. വി ഗിരി കാലഘട്ടം 1967 to 1969 ആണ്. ആർ വെങ്കിട്ടരാമൻ 84 to 87 ആണ്. മുഹമ്മദ് ഹമീദ് അൻസാരി 2007 മുതൽ 2017 വരെയായിരുന്നു. ജഗ്ദീപ് ധൻകർ നിലവിൽ നമ്മുടെ ഉപരാഷ്ട്രപതിയാണ്. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രോഹിബിഷൻ, കോവറാൻഡോ. ചേരുംപടി ചേർക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക എന്നതാണ് അർത്ഥം വരുന്നത്. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. പ്രോഹിബിഷൻ നിരോധനം. കോവറാൻഡോ എന്ത് അധികാരത്തിൽ. ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. പ്രോഹിബിഷൻ നിരോധനം. കോവറാൻഡോ എന്ത് അധികാരത്തിൽ. അടുത്തത്, ശരിയായ പ്രസ്താവനകൾ ഏവ. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 അംഗരാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളുമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായിരുന്ന കോഫി അന്നൻ ഘാനക്കാരൻ ആയിരുന്നു. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 പ്രസ്താവനകളും ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ എത്ര അംഗരാജ്യങ്ങൾ? 193 അംഗരാജ്യങ്ങൾ, 2 നിരീക്ഷക രാജ്യങ്ങൾ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായിരുന്ന കോഫി അന്നൻ ഘാനക്കാരനായിരുന്നു. ശരിയാണ്. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. ശരിയാണ്. അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ പൂർണ്ണരൂപം. നീതി ആയോഗിന്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നീതി ആയോഗ്. താഴെ തന്നിരിക്കുന്നവയെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരം തിരിക്കുക.
തന്നിരിക്കുന്നു ഇന്ത്യൻ തപാൽ ഓഫീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, വിൽപ്പന നികുതി, റെയിൽവേ, ഇന്ത്യൻ പോലീസ് സർവീസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. സംസ്ഥാന സർവീസിൽ വരുന്നതാണ് വിൽപ്പന നികുതി. അഖിലേന്ത്യാ സർവീസിൽ വരുന്നതാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് എന്നിവ. കേന്ദ്ര സർവീസിൽ വരുന്നതാണ് ഇന്ത്യൻ തപാൽ സർവീസ്, റെയിൽവേ എന്നിവ. അടുത്ത ചോദ്യം, 73ാം ഭരണഘടന ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? 73. 11ാം പട്ടിക ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തു. 73ാം ഭേദഗതി നിലവിൽ വന്നത് 1990-ലാണ്. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഭേദഗതി വന്നത്. 73ാം ഭരണഘടന ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്താണ് ചോദ്യം? ഓപ്ഷൻ സി ആണ് ഉത്തരം. 3ാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. 73ാമത്തെ പദ്ധതി നിലവിൽ വന്നത് 73ാമത്തെ ഭേദഗതി നിലവിൽ വന്നത് 1993-ലാണ്. 1993 ഏപ്രിൽ 24. 1993 ഏപ്രിൽ 24-നാണ് 73ാമത്തെ ഭേദഗതി നിലവിൽ വന്നത്. 11ാം പട്ടികയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ശരിയാണ്. സ്ത്രീകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നത് ശരിയാണ്. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഭേദഗതി നിലവിൽ വന്നത്. ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? തന്നിരിക്കുന്നു 1987 മുതൽ 1991 വരെയുള്ള കെ നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ ചന്ദ്രശേഖരൻ. കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു PK അബ്ദുറബ്. പട്ടം എ താണുപിള്ളയുടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന R ശങ്കർ കേരളത്തിലെ 2ാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്. 1, 2, 3 ശരിയാണ്. 1987 മുതൽ 91 വരെയുള്ള കെ നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ ചന്ദ്രശേഖരൻ. ശരിയാണ്. കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി. ശരിയാണ്. 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു PK അബ്ദുറബ്. ശരിയാണ്. 4ാമത്തെയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 2ാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത് PP ഉമ്മർ കോയയാണ്. PP ഉമ്മർ കോയയാണ് 2ാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത്. പട്ടം എ താണുപിള്ളയുടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന PP ഉമ്മർ കോയ. PP ഉമ്മർ കോയയായിരുന്നു കേരളത്തിലെ 2ാമത്തെ വിദ്യാഭ്യാസ മന്ത്രി. അടുത്ത ചോദ്യം, കേരള ഭൂപരിഷ്കരണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? തന്നിരിക്കുന്നു. കേരളത്തിൽ ഈ നിയമത്തിന് തുടക്കം കുറിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. 1957 കേരള ഒഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പാക്കി. ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം 1959 ജൂൺ 10 കേരള നിയമനിർമ്മാണ സഭ പാസാക്കി. കേരളത്തിലെ സമ്പന്ന വിഭാഗം അവരുടെ ഭൂസ്വത്ത് സംരക്ഷിക്കാനായി നടത്തിയ സമരമാണ് കള്ളിക്കാട് സമരം. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 4ാമത്തേത്, കേരളത്തിലെ സമ്പന്ന വിഭാഗം അവരുടെ ഭൂസ്വത്ത് സംരക്ഷിക്കാനായിട്ട് നടത്തിയ സമരമാണ് കള്ളിക്കാട് സമരം എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. കേരളത്തിലെ ഭൂപരിഷ്കരണ ഭേദഗതി നിയമത്തിൻ്റെ ഭാഗമായിട്ട് കുടികിടപ്പാവകാശ സമരം കേരളത്തിലെ ഭൂപരിഷ്കരണ ഭേദഗതി നിയമത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന കുടികിടപ്പാവകാശ സമരമാണ് കള്ളിക്കാട് സമരം. കേരളത്തിൽ ഈ നിയമത്തിന് തുടക്കം കുറിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. ശരിയാണ്. 1957 കേരള ഒഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പാക്കി. ശരിയാണ്.
ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം 1959 ജൂൺ 10 കേരള നിയമനിർമ്മാണ സഭ പാസാക്കിയെന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവൃത്തികൾ ഏതെല്ലാം? തന്നിരിക്കുന്നു. പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തികൾ, മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തികൾ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, റോഡുകളുടെ പുനരുദ്ധാരണം, ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവൃത്തികളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 4 പ്രസ്താവനകളും 4 പ്രവൃത്തികളും ഉൾപ്പെടുത്താവുന്നതാണ്. പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തികൾ ശരിയാണ്. മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കുവാനുള്ള പ്രവൃത്തികൾ ശരിയാണ്. ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ശരിയാണ്. റോഡുകളുടെ പുനരുദ്ധാരണം, ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ ശരിയാണ്. അടുത്തത് ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ധനകാര്യ കമ്മീഷൻ, സ്വത്തവകാശം, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ഹൈക്കോടതിയുടെ റിട്ട് അധികാരം. ഇതെല്ലാം ഏത് വകുപ്പുകളാണ് എന്നതാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ധനകാര്യ കമ്മീഷൻ 280 വകുപ്പാണ്. ധനകാര്യ കമ്മീഷൻ 280 വകുപ്പ്. സ്വത്തവകാശം 300A വകുപ്പാണ്. സ്വത്തവകാശം 300A വകുപ്പ്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് 61 വകുപ്പാണ്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് 61 വകുപ്പ്. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം 226 വകുപ്പാണ്. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം 226 വകുപ്പ്. ഒന്നും കൂടി നോക്കാം. ധനകാര്യ കമ്മീഷൻ 280 വകുപ്പ്. സ്വത്തവകാശം 300A വകുപ്പാണ്. പ്രധാനപ്പെട്ടതാണ്. സ്വത്തവകാശം 300A വകുപ്പ്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് 61 വകുപ്പ്. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം 226 വകുപ്പ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസപേശിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു, രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു, കുറുകെ വരകൾ കാണപ്പെടുന്നു, അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. മിനുസപേശിയെക്കുറിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് 1ഉം 3ഉം തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു ശരിയാണ്. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു ശരിയാണ്. മിനുസപേശി. അടുത്ത ചോദ്യം, അക്ഷാസ്ഥികൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. വാരിയലുകൾ 24 അസ്ഥികൾ. ശ്വാസകോശത്തെ പൊതിഞ്ഞിട്ടുള്ള ഇരട്ട സ്തരം. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്നത് പ്ലൂറയാണ്. പ്ലൂറ. സന്ധികളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. ഇടുപ്പെല്ല് തുടയെല്ല് ചേരുന്ന സന്ധിയാണ് കീലസന്ധി. ഗോളരസന്ധി നട്ടെല്ലിന്റെ ആദ്യ കശേരുവുമായി തലയോട്ടിയെ ബന്ധിപ്പിക്കുന്നു. തെന്നി നീങ്ങുന്ന സന്ധി 2 അസ്ഥികളുടെ ചെറുതായ ചലനം സാധ്യമാക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. 38 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, രക്തം കട്ടപിടിക്കലിന്റെ ശരിയായ ക്രമം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 3, 2, 1. ത്രോംബോപ്ലാസ്റ്റിൻ. ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. ത്രോംബിൻ, ത്രോംബിൻ. ഫൈബ്രിനോജൻ, ഫൈബ്രിൻ നാരുകൾ. ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. 41 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്.
ശ്രീ JP നാഡയാണ് ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യ മന്ത്രി. JP നാഡ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ്. ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു പോൾ. ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദുവാണ് പോൾ. ലോഹങ്ങളെ അടിച്ചുപരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി. ലോഹങ്ങളെ അടിച്ചുപരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത മാലിയബിലിറ്റി. സൗരയൂഥത്തിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. 2023 ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ്? പ്രകാശമാണ്. പ്രകാശം. 2023 ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ്? പ്രകാശം. P1V1 = P2V2 എന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബോയിൽ നിയമമാണ്. ബോയിൽ നിയമം. ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്രലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത്? അമാൽഗം. മെർക്കുറിയാണ്. മെർക്കുറി. ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്രലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത്? മെർക്കുറി. ഐസോടോണിക് ലായനികളുടെ ഡാഷ് തുല്യമായിരിക്കും. ഐസോടോണിക് ലായനികളുടെ ഓസ്മോട്ടിക് മർദ്ദം തുല്യമായിരിക്കും. ഐസോടോണിക് ലായനികളുടെ ഓസ്മോട്ടിക് മർദ്ദം തുല്യമായിരിക്കും. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD എന്നത് ജലത്തിൻ്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ്. BOD ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. കുടിവെള്ളത്തിൻ്റെ BOD എത്രയാണ്? 1 to 2 ppm ആണ്. 1 to 2 ppm ആണ് കുടിവെള്ളത്തിൻ്റെ BOD. BOD എന്നാൽ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. എന്തിനാണ്? ജലത്തിൻ്റെ ഗുണനിലവാരം സൂചിപ്പിക്കാനായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ് BOD ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അടുത്ത ചോദ്യം. ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം ഏത്? ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം നൈട്രേറ്റ് ആണ്. നൈട്രേറ്റ്. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ വള്ളത്തോൾ നാരായണ മേനോൻ. ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം മൈക്കിൾ ഫെൽപ്സ്. ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരമാണ് മൈക്കിൾ ഫെൽപ്സ്. KC ലേഖ ഏത് കായിക മേഖലയിലാണ് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത്? KC ലേഖ ബോക്സിംഗ് ആണ്. ബോക്സിംഗ്. ഫയദോർ ദസ്തയേവ്സ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഏത്? ഒരു സങ്കീർത്തനം പോലെ. ഒരു സങ്കീർത്തനം പോലെ ആരുടെ കൃതിയാണ്? പെരുമ്പടവം ശ്രീധരൻ. ഫയദോർ ദസ്തയേവ്സ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവലാണ് ഒരു സങ്കീർത്തനം പോലെ എന്നത്. ഇലഞ്ഞിത്തറ മേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ഇലഞ്ഞിത്തറ മേളം തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരം. 2023 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയത് നർഗേസ് മുഹമ്മദിയാണ്. നർഗേസ് മുഹമ്മദി. ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവായ ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ച വർഷം? 2023. ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ച വർഷം 2023. ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ പെടുന്നു? വേഡ് പ്രോസസ്സർ. ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ പെടുന്നു? വേഡ് പ്രോസസ്സർ. കേബിൾ TV നെറ്റ്വർക്കിന് ഉദാഹരണം? ഓപ്ഷൻ സി മാൻ. കേബിൾ TV നെറ്റ്വർക്കിന് ഉദാഹരണം മാൻ. 2 KB = ഡാഷ് ബൈറ്റ്സ്. 2 KB = 2048 ബൈറ്റ്സ്.
ആദ്യത്തെ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ആദ്യത്തെ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് PSLV-C57 ആണ്. PSLV-C57. 2023 G20 ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരാണ്? അമിതാവ് കാന്ത് ആണ്. 2023 G20 ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ അമിതാവ് കാന്ത്. ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 24 ആണ്. ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 24 ആണ്. ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 2007. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2013. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998. സംസ്ഥാന വനിതാ കമ്മീഷൻ 1996. അടുത്ത ചോദ്യം, 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി എത്ര ഫീസ് അടയ്ക്കണം? ഓപ്ഷൻ സി 10 രൂപ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത്? തന്നിരിക്കുന്ന ഉപഭോക്താവിന് ഓൺലൈനായി പരാതി നൽകാം, ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം, ഉപഭോക്താവ് സേവനത്തെ സംബന്ധിച്ചോ സാധനത്തിനെ സംബന്ധിച്ചോ ഉള്ള പരാതി 3 വർഷത്തിനുള്ളിൽ നൽകേണ്ടതാണ്. ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 1, 2 എന്നിവ ശരിയാണ്. ഉപഭോക്താവിന് ഓൺലൈനായി പരാതി നൽകാം, ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം എന്നിവ ശരിയാണ്. 2005 ഗാർഹിക പീഡന നിയമത്തിലെ 9-ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്ന ഷെൽട്ടർ ഹോമുകളുടെ ഡയറക്ടറി തയ്യാറാക്കുക. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് വൈദ്യസഹായം നൽകുക. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ഉറപ്പുവരുത്തുക. ചുമതലയിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ഇക്ബാൽ സിംഗ് ലാൽപുര. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് നിർവചിച്ചിരിക്കുന്നത്? 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർ. ഇനി വരുന്ന 10 ചോദ്യങ്ങൾ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 71ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 72 ഓപ്ഷൻ ഡി ആണ് ഉത്തരം 12. 73 ഓപ്ഷൻ എ 35. 74 ഓപ്ഷൻ ബി 70. 75ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 76 ഉത്തരം ഓപ്ഷൻ സി ആണ്. 77ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 78 ഓപ്ഷൻ എ. 79 ഓപ്ഷൻ ബി ആണ്. 80ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. Fill in the blanks suitably using the appropriate clause. She dashed the examination if she had studied well. She would have passed the examination if she had studied well. She has hardly any money dash. Does he? Report the sentence properly. Have you met the principal? The teacher said to me. The teachers asked me whether I had met the principal. Pick out the correct article and fill the sentence aptly. After dash year or two, the question can be reconsidered. Option A. After a year or two, the question can be reconsidered. Complete the sentence using correct tense. The bell
in bracket ring before I reach the school. Hard run. Give the one word substitute for a person who studies about the sun, the moon, the stars, and the universe. Astronomer. Fill in the blank with the opposite of the underlined word. Underline ചെയ്തിരിക്കുന്നത് cheerful ആണ്. Swalish looked cheerful whereas Sumin looked gloomy. Which is the apt synonym for the word underlined? Underline ചെയ്തിരിക്കുന്നത് weak ആണ്. The woman looked very big. Feeble. Use the correctly spelled word to complete the sentence. If you dash money, you will quit the business. Lose. Option D. Pick out the correct sentence with the right phrasal verb for the underlined word. Underline ചെയ്തിരിക്കുന്നത് abandon. The doctor advised me to abandon smoking. Option C ആണ് ഉത്തരം. The doctor advised me to give up smoking. മലയാളമാണ്. പിരിച്ചെഴുതുക വെൺ തിങ്കൾ. വെൺ പ്ലസ് തിങ്കൾ. ആദേശസന്ധിക്ക് ഉദാഹരണം വിണ്ടലം. തന്തിതത്തിന് ഉദാഹരണം വെണ്മ. അഗ്രജൻ വിപരീതം എഴുതാൻ അവരജൻ. 95ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അടുത്തത് ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം. ഓപ്ഷൻ സി ആകപ്പാടെയുള്ള ഭംഗി. താഴെ പറയുന്നതിൽ ശരിയായ പദം എടുത്തെഴുതുക. ചൂടാമണിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ചൂടാമണി. താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക. ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ. എരുതിയിൽ എണ്ണ ഒഴിക്കുക. കവിയുടെ സ്ത്രീലിംഗ പദം കവയിത്രി. ഒറ്റപദമാക്കുക. വർഷം തോറും. പ്രതിവർഷം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.